ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്ന ഈ വർഷത്തെ അവസാനത്തെ മാസമായി ഡിസംബറിൽ വരാൻ പോകുന്ന മെയിനായിട്ട് 3 പുതിയ വണ്ടികളാണ്. 2 വണ്ടികളെ പറ്റി നമുക്ക് ഓൾറെഡി അറിയാം. എൻ്റെ ബുക്കിംഗ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡിസംബറിലാണെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ബ്രീഫായിട്ട് പറഞ്ഞു പോകാം. ഏതായാലും നമ്മുടെ മെയിൻ 3 വണ്ടികൾ വരുന്നതിൽ ആദ്യം വരാൻ പോകുന്ന വണ്ടി മാരുതി സുസുക്കി ഓർ സുസുക്കിയുടെ ഈ വിറ്റാരയാണ്. ഈ വണ്ടി ഇപ്പോൾ നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് ഏകദേശം 1.5 വർഷത്തിന് മുകളിലായി. സത്യം പറഞ്ഞാൽ അതിന് മുന്നേ ഇതിൻ്റെ കോൺസെപ്റ്റ് കണ്ടതാണ്. ഏകദേശം 1 വർഷമായിട്ട് ഈ വണ്ടി ഇന്ത്യയിൽ ഈ വർഷം സ്റ്റാർട്ടിങ് മുതൽ വരും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. യൂറോപ്പിലും UK യിലൊക്കെ അവർ ഓൾറെഡി ഇറക്കി. പക്ഷേ ഇവിടെ ഇതുവരെ വന്നിട്ടില്ല. അവർക്ക് സർവീസ് സെൻറ്ററിലും അതുപോലെ ഡീലർഷിപ്പിലും എല്ലാം ചാർജർ സെറ്റപ്പ് ചെയ്യണം, അതിന് സമയം എടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ലേറ്റ് ആയത്. ഏതായാലും ഈ വരുന്ന ഡിസംബർ 2-ാം തീയതിയാണ് ഈ വാഹനത്തിന് ലോഞ്ച് അവർ പറഞ്ഞിരിക്കുന്നത്. നമുക്കിതിൻ്റെ ഫീച്ചേഴ്സും ഡീറ്റെയിൽസും അതുപോലെ പവർട്ടൺ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ, പവർട്ടൺ അല്ല ബാറ്ററി ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ അറിയാം. 49 kWh ബാറ്ററി പാക്കും 61 kWh ബാറ്ററി പാക്കാണ് വരുന്നത്. വണ്ടി ബേസിക്കലി ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്. പക്ഷേ ടോപ്പ് ആൻഡ് ട്രിമ്മിൽ നമുക്ക് ഓൾ ഗ്രിപ്പ് എന്ന് പറഞ്ഞ ഒരു ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം അവൈലബിൾ ആയിരിക്കും. പിന്നെ പവർ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. 49 kWh മോഡലാണെങ്കിൽ നമുക്ക് 144 PS പവറാണ് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ 61 kWh മോഡലിന് ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിൽ 174 PS ഓൾ വീൽ ഡ്രൈവ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 184 PS ആണ്. ഓൾ വീൽ ഡ്രൈവിൽ ടോർക്ക് കൂടുതലാണ്, 300 Nm ഉണ്ട്. നോർമൽ വണ്ടിയിൽ ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണെങ്കിൽ മാക്സിമം 192 Nm വരെ ടോർക്ക് കിട്ടുന്നുള്ളൂ. പിന്നെ ഫീച്ചേഴ്സൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടാണല്ലോ. 10.1 ഇഞ്ചസിൻ്റെ ഡ്യുവൽ സ്ക്രീന്, കേർഡ് സ്ക്രീന്, പിന്നെ കുറച്ച് പുതുമയുള്ളൊരു ഇൻറ്റീരിയർ, പുതിയ സീറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം UK യിൽ വന്ന ആ ഒരു സെയിം സ്പെക്ക് തന്നെയാണ് നമുക്ക് ഇന്ത്യയിലും കിട്ടാൻ പോകുന്നത്. ഇതാണ് ഈ വിറ്റാരയുടെ കാര്യം. ഇനി ഇതിവിടെ വരുമ്പോൾ ഇപ്പോൾ ഓൾറെഡി ഇഷ്ടംപോലെ കോമ്പറ്റീഷൻ ഉണ്ട്. ഹാരിയർ EV ഉണ്ട്, മഹീന്ദ്രയുടെ BE6 ഉണ്ട്, XEV9 ഉണ്ട്, ഇപ്പോൾ ഈ വന്ന XEV9S ഉണ്ട്. അതിന് പുറമെ ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന MGയുടെ വിൻസർ EV ഉണ്ട്, പഞ്ച് EV ഉണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഈ വണ്ടി എങ്ങനെ സ്യൂട്ടാവും എന്നുള്ളത് നോക്കണം. ഇനി ഇതിനൊക്കെ പുറമെ അടുത്ത വർഷം സ്റ്റാർട്ടിങ് ആകുമ്പോഴേക്കും ടാറ്റയുടെ Sierra EVയും കൂടെ വരും. ഇപ്പോൾ തന്നെ ഹാരിയർ EVയുടെ പ്രൈസ് പോയിൻ്റൊക്കെ അവർ അത്യാവശ്യം നന്നായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഈവൻ XEV9S ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിലാണ് മഹീന്ദ്ര പ്രൈസ് ചെയ്തിരിക്കുന്നത്. സോ ഈ വണ്ടി അവർ പ്രൈസ് അത്യാവശ്യം നന്നായിട്ട് ചെയ്തില്ലെങ്കിൽ, ഒന്നാമത്തെ കാര്യം ഇതിൽ അങ്ങനെ ഭയങ്കര വലിയ ബാറ്ററി പാക്കൊന്നും അല്ല ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു പ്രൈസിങ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വണ്ടി അത്ര വലിയൊരു സക്സസ് ആവാനുള്ള സാധ്യതയില്ല. ഡിസൈനും കാര്യങ്ങളൊക്കെ നല്ലതാണ്, അത് മാത്രമേ ഉള്ളൂ. എനിവേ, ഇനി നമ്മുടെ ലിസ്റ്റിലെ അടുത്ത 2 വണ്ടികൾ, അത് 2 എന്ന് പറയാൻ കാരണം ഹാരിയറും സഫാരി ഇതിനകത്തുണ്ട്. പേടിക്കേണ്ട, ഫേസ് ലിഫ്റ്റ് സ്പെഷ്യൽ എഡിഷനൊന്നും അല്ല. പക്ഷേ അതേസമയം ഒരു പുതിയ പെട്രോൾ എഞ്ചിൻ്റെ ഓപ്ഷനാണ്. ഡിസംബർ 9-നാണ് ഈ വാഹനങ്ങൾ രണ്ടും ലോഞ്ച് ആകാൻ പോകുന്നത്. കുറേ കാലമായിട്ട് ഹാരിയറിലും സഫാരിലും പെട്രോൾ എഞ്ചിൻ വരുന്നു എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. 2023 മുതൽ തുടങ്ങിയതാണ്. 25-ൽ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ വരും എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 25 തീരാനായി വന്നപ്പോൾ. പക്ഷേ എനിവേ വന്നല്ലോ, അതൊരു നല്ല കാര്യമാണ്. ഡീസലാണ് നമുക്ക് ഇത്രയും കാലം ഓഫറിലുണ്ടായിരുന്നത്, ഓഫറിങ്ങിലുണ്ടായിരുന്ന 2 ലിറ്റർ ഡീസൽ എഞ്ചിനായിരുന്നു. 170 PS 350 Nm ടോർക്കും 6 സ്പീഡ് മാനുവൽ 6 സ്പീഡ് ടോക്കൺ മീറ്റർ ഓട്ടോമാറ്റിക് ഒക്കെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഏതായാലും ഇനി തൊട്ട് ടാറ്റ ഈ അടുത്ത സിയറയിൽ കാണിച്ച പുതിയ 1.5 ലിറ്റർ ടർബോ ഗാസോലിൻ ഡാർക്ക് ഇഞ്ചക്ഷൻ പെട്രോൾ എഞ്ചിനായിരിക്കും ഇതിനകത്ത് വരാൻ പോകുന്നത്. സിയറയിൽ നമുക്ക് 160 PS പവറും 255 Nm ടോർക്കൊക്കെ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. അത് ഹാരിയറിൻ്റെയും സഫാരിയുടെയും ടേംസിൽ എടുക്കുകയാണെങ്കിൽ കുറച്ച് കുറവാണ്. കാരണം 4.6 മീറ്റർ 4.8 മീറ്റേഴ്സ് വരെയൊക്കെ മാക്സിമം ലെങ്ത് ഉള്ള വണ്ടികളാണ്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് വരുമ്പോഴേക്കും കുറച്ചുകൂടെ പവർ കൂട്ടാനുള്ള സാധ്യതയുണ്ട്. ഇവർ ഇനീഷ്യലി 2023-ൽ ഇതിൻ്റെ കോൺസെപ്റ്റ് എഞ്ചിൻ, അതായത് ഈ ഒരു എഞ്ചിൻ അനൗൺസ് ചെയ്ത സമയത്ത് 170 PS പവറും 280 Nm ടോർക്കുമാണ് പറഞ്ഞിരുന്നത്. സോ ആ ഒരു പവർ ഫിഗേഴ്സിലേക്ക് ECU ട്യൂൺ ചെയ്തിട്ടായിരിക്കണം ഒരു വണ്ടികൾ കൊടുക്കേണ്ടത്. സിയറിൽ ചിലപ്പോൾ അത്രയും പവറിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടായിരിക്കും അവർ കുറച്ച് ഡിറ്റ്യൂൺ ചെയ്ത്. അത്രയെങ്കിലും ഉണ്ടെങ്കിൽ ഈ വണ്ടിക്ക് ആ ഒരു പെർഫോമൻസ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ വീണ്ടും ആൾക്കാർ ചിലപ്പോൾ ഡീസൽ ചൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ചിലപ്പോൾ ആ ഒരു ഡൽഹി NCR റീജിയൻ അല്ലെങ്കിൽ അങ്ങനത്തെ കൂടുതൽ ആൾക്കാർ പെട്രോൾ ഫോക്കസ് ചെയ്യുന്ന റീജിയൻസിന് വേണ്ടി ആയിരിക്കും അവർ ഇത് ഇറക്കുന്നത്. പിന്നെ എന്തായാലും ഇതൊരു സെഗ്മെൻറ്റ് ലീഡിങ് എഞ്ചിനാണോ എന്ന് ചോദിച്ചാൽ എന്തായാലും അല്ല. കാരണം XUV700ൽ നമുക്ക് 2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് കിട്ടുന്നത്. 200 PS പവറും 380 Nm ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത്. അതുമായിട്ടുള്ള പെർഫോമൻസ് ഒന്നും തീർച്ചയായും ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പിന്നെ വരുന്ന ഹെക്ടറിൻ്റെ 1.5 പെട്രോൾ എഞ്ചിനൊക്കെയാണ്. പിന്നെ കോമ്പസിൽ പണ്ട് 1.4 പെട്രോൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് ഇല്ല, ഒരു ഡീസൽ മാത്രമാക്കി. അങ്ങനെയൊക്കെ കുറച്ച് ബേസിക് ആയിട്ടുള്ള 1.5 എഞ്ചിൻസാണ് പൊതുവെ കിട്ടുന്നത്. XUV700ലാണ് ഏറ്റവും നല്ല എഞ്ചിൻ ഉള്ളത്. ഇനി നമ്മുടെ അടുത്ത 3-ാമത്തെ ഈ ലിസ്റ്റിൽ വരാൻ പോകുന്ന പുതിയ വണ്ടി അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വാഹനമാണ്. ഇത് പുതിയ കിയയുടെ സെൽട്ടോസ് ആണ്. അതായത് ഒരു കംപ്ലീറ്റ്ലി ന്യൂ ജനറേഷൻ വണ്ടിയാണ്. നമുക്ക് 2019-ലാണ് ഒറിജിനൽ സെൽട്ടോസ് കിട്ടുന്നത്. അത് അത്യാവശ്യം ആ ഒരു സമയം വെച്ച് നോക്കുമ്പോൾ ഗംഭീര വണ്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ ഭാഗത്ത് നല്ല റെസ്പോൺസാണ് കിട്ടിയത്. അത് കഴിഞ്ഞ് പിന്നെ 2023-ൽ അവർ ഇതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് ഇറക്കിയായിരുന്നു. അതിൻ്റെ അകത്ത് ഫ്രണ്ട് ഡിസൈൻ മാറ്റി, റിയർ ഡിസൈൻ അത്യാവശ്യം നന്നായിട്ട് മാറ്റി. ഫ്രണ്ടിൽ ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ, റിയറിൽ വെച്ച് ടൈൽ ലാംപ്സിലൊക്കെ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ ഇൻറ്റീരിയറിലും നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. പുതിയ ഫേസ് ലിഫ്റ്റ് വന്നപ്പോഴേക്കും കുറേ ഫീച്ചേഴ്സ് ആഡ് ചെയ്തു, സ്ക്രീനെല്ലാം ഒരൊറ്റ കണക്റ്റഡ് ലെയർ ആക്കി, അങ്ങനെയൊക്കെ ഓക്കെ. പക്ഷേ എന്തായാലും ഇനി നമുക്ക് ജനറേഷൻ അപ്ഡേറ്റിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ചേഞ്ചസ് ആയിരിക്കും കാണാൻ പറ്റുന്നത്.
ഈ പഴയ വണ്ടിയായിട്ട് ഇതിന് പ്രത്യേകിച്ചൊരു ബന്ധം ഉണ്ടാവില്ല. പ്ലാറ്റ്ഫോം അണ്ടർപിന്നിങ്സ് ഒക്കെ ഏകദേശം സിമിലർ ആയിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ വണ്ടിയുടെ ഡിസൈനിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമുണ്ട്. കുറച്ചും കൂടെ സൈസ് കൂടിയിട്ടുണ്ട്, ഓർ അറ്റ്ലീസ്റ്റ് കുറച്ചും കൂടെ സൈസ് കൂടുതലായതുപോലെ അപ്പിയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സിയറ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല വലിയ വണ്ടി പോലെ തോന്നുന്നില്ല. പക്ഷേ അത് ആക്ച്വലി 4330 mm ലെങ്ത്ത് വരുന്നുള്ളൂ, അധികം നീളമില്ല. പക്ഷേ ഹൈറ്റ് അത്രയും കൂടിയതുകൊണ്ടും ഓവറോൾ പ്രൊപ്പോർഷൻസ് ഒക്കെ അത്യാവശ്യം നല്ലതായതുകൊണ്ടുമാണ് അത്രയും സൈസ് തോന്നുന്നത്. ഈ വണ്ടിക്ക് എന്തായാലും കാണുമ്പം സ്പൈ ഷോട്ട്സിലൊക്കെ നല്ല സൈസ് തോന്നുന്നുണ്ട്. ഇത് വരുന്നത് ഡിസംബർ 10 ഗ്ലോബൽ ലോഞ്ച് നടക്കാൻ പോകുന്നത്. പക്ഷേ ആ ഗ്ലോബലിൽ ഇന്ത്യ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. സോ നമുക്ക് ഇന്ത്യയിലും ഈ വരുന്ന ഡിസംബർ 10 തന്നെയാണ് ഈ വാഹനം എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു നല്ല ലോഞ്ച് ആയിരിക്കും. കാരണം ഇപ്പോൾ നമുക്ക് സിയറ കിട്ടി ഈ ഒരു സെഗ്മെൻറ്റിൽ. സോ അതുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു അഡീഷനാണ് ഇനിയിപ്പോൾ കിയയുടെ ഭാഗത്തുനിന്ന് ഇതിൽ കിട്ടുന്നത്. ഇൻറ്റീരിയറും ഫീച്ചേഴ്സൊന്നും പറയണ്ട, എല്ലാം നമുക്കറിയാം. കിയയുടെ വണ്ടി ആയതുകൊണ്ട് നെക്സ്റ്റ് ലെവലായിരിക്കും. ഇപ്പോഴത്തെ സെൽട്ടോസ് തന്നെ അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഒന്നും ഒരു കുറവില്ല. പുതിയ ജനറേഷൻ വരുമ്പോഴേക്കും അവരത് കുറച്ചും കൂടെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനേ നോക്കുകയുള്ളൂ. പിന്നെ പവർ ടൺ ഓപ്ഷൻസിൻ്റെ കാര്യത്തിൽ 1.5 എണ്ണ പെട്രോൾ, 1.5 ടർബോ പെട്രോൾ, 1.5 ഡീസൽ ഇതൊക്കെ ഉണ്ടാവും. അതിൻ്റെ കൂടെ പുതിയൊരു ഹൈബ്രിഡ് ഓപ്ഷനും കൂടെ ആഡ് ആവുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇനീഷ്യൽ ലോഞ്ചിൽ ഉണ്ടാവുമെന്ന് അറിയില്ല, പക്ഷേ എന്തായാലും അതിലവർ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് 1.5 പെട്രോൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഹൈബ്രിഡ് സിസ്റ്റം ആയിരിക്കും വരാൻ പോകുന്നത്. സോ അതാണ് നമ്മുടെ പുതിയ സെൽട്ടോസിൻ്റെ കാര്യം. ഇനി അടുത്ത് നമ്മുടെ ടാറ്റ സിയറയെ പറ്റിയാണ് പറയാനുള്ളത്. ഈ വണ്ടിയുടെ ഫുൾ പ്രൈസ് ലിസ്റ്റ് ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. ആകപ്പാടെ ബേസ് മോഡലിൻ്റെ പ്രൈസ് മാത്രമേ അവർ പറഞ്ഞുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും ഹൈപ്പ് വന്നത്. ബേസ് മോഡലിൻ്റെ പ്രൈസ് വിത്ത് ടോപ്പ് മോഡൽ, അതായത് എല്ലാ വേരിയൻസിൻ്റെ പ്രൈസ് പറഞ്ഞിരുന്നത് ചിലപ്പം അവർക്ക് ഈ വിചാരിച്ചത്ര ഹൈപ്പ് കിട്ടില്ലായിരുന്നു. ഇതിപ്പോൾ 11.5 lakhs സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കറിയാം. പക്ഷേ ബാക്കി വേരിയൻസിൻ്റെ പ്രൈസ് ഡിസംബർ സ്റ്റാർട്ടിങ്ങിലായിരിക്കും വരാൻ പോകുന്നത്. ഈ വണ്ടിയുടെ ഒഫീഷ്യൽ ബുക്കിംഗ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ 16 മുതലാണ്. നിങ്ങളിപ്പോൾ ഡീലർഷിപ്പിൽ പോകുകയാണെങ്കിൽ അവർ പ്രീ ബുക്കിങ്ങോ അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ഡീലർഷിപ്പ് ലെവലുള്ള ബുക്കിംഗ്സ് എടുക്കും. എന്നിട്ട് ഒഫീഷ്യൽ ബുക്കിംഗ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പം അവരത് കൺഫേം ആക്കുകയും ചെയ്യും. പക്ഷേ അതുവരെ നമുക്കതിൻ്റെ ഒറിജിനൽ പ്രൈസ് അറിയില്ല. ഡിസംബർ 16 മുന്നേ ആയിട്ട് ഇതിൻ്റെ പ്രൈസ് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ബാക്കി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ട് ഞാൻ അതിലോട്ട് പോകുന്നില്ല. ഇനി അടുത്ത അപ്ഡേറ്റ് നമ്മുടെ മഹീന്ദ്രയുടെ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ XEV 9S പറ്റിയാണ്. ഈ വണ്ടിയുടെ ബുക്കിംഗ്സ് ആക്ച്വലി ഒഫീഷ്യലി തുടങ്ങുന്നത് ജാനുവരി 14 ഉള്ളൂ 2026. പക്ഷേ നമുക്ക് ഡിസംബർ 14 മുതൽ, അതുമാത്രമേ തന്നെ ഡിസംബറിലുള്ള അപ്ഡേറ്റ് ഉള്ളൂ. നിങ്ങൾക്ക് ജസ്റ്റ് മഹീന്ദ്രയുടെ ആപ്പിൽ പോയി കഴിഞ്ഞാൽ ഈ വണ്ടി കസ്റ്റമൈസ് ചെയ്ത് സേവ് ചെയ്തേക്കാനുള്ള ഓപ്ഷൻ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വണ്ടിയുടെ ബുക്കിംഗ്സ് ഒഫീഷ്യലി ഓപ്പൺ ആവുന്ന സമയത്ത് എല്ലാം ചെയ്യേണ്ടി വരില്ല. ജസ്റ്റ് ബുക്കിംഗ്സിൻ്റെ അത് കൺഫേം ചെയ്താൽ മാത്രം മതിയാവും. അതൊരു വലിയ കാര്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ മഹീന്ദ്ര ഇപ്പോൾ തൽക്കാലത്തേക്ക് അത്രയും മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ പ്രൈസ് എല്ലാം അവർ ഒറ്റയടിക്ക് പറഞ്ഞു. സാധാരണ മഹീന്ദ്ര ഇങ്ങനെ ചെയ്യാറില്ല, ഒരിക്കലും മഹീന്ദ്ര ചെയ്യാറില്ല. മഹീന്ദ്ര ആണെങ്കിൽ ആദ്യം ബേസ് മോഡലിൻ്റെ പ്രൈസ് പറഞ്ഞ് ഹൈപ്പ് ഉണ്ടാക്കിയിട്ട് പിന്നെ പതുക്കെ വേരിയൻസിൻ്റെ പ്രൈസ് പറയുന്നൊരു ട്രെൻഡ് തുടങ്ങിയത്. പിന്നെ ബാക്കി കമ്പനികളല്ലാതെ ഏറ്റുപിടിച്ചു എന്നുള്ളൂ, കാരണം ആ ട്രിക്ക് വർക്ക് ചെയ്യുന്നുണ്ട് എന്നവർക്ക് മനസ്സിലായി. പക്ഷേ ഇപ്രാവശ്യം മഹീന്ദ്ര തന്നെ എല്ലാത്തിൻ്റെയും പ്രൈസ് ആദ്യം അങ്ങോട്ട് പറഞ്ഞു. എന്തായാലും ഇതാണ് ഗൈസ് ഈ നമ്മുടെ ഡിസംബർ മാസത്തിൽ വരാൻ പോകുന്ന 3 പുതിയ വണ്ടികളും 2 ചെറിയ വണ്ടികളും, അതായത് 2 ചെറിയ അപ്ഡേറ്റ്സും പറയാനുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ല പ്രൊഡക്ട്സ് ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.